കുട്ടികളെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഏകദേശം അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്താണ് ഈ ഗ്രൂപ്പ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ധാരാളം ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, സോഷ്യൽ കേസ് വർക്കിൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഇനി മനസ്സിലാക്കാം. നമ്മളതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി, നമുക്കൊരു ചെറിയ ധാരണ ഉണ്ട്. ഓക്കെ, ഡെഫിനിഷനിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ സോഷ്യൽ കേസ് വർക്കിൻ്റെ സവിശേഷത നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതുപോലെ ഇവിടെയും സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനും ഇതുപോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയും, ഫീച്ചേഴ്സ് എന്നുള്ള വാക്കായാലും മതി. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ 9 സംഗതികൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ സീ 9 important features of social work in your textbook, which is on page number 22. Okay, so those who have textbook with you, please go to page number 22, and there you can see the title, subheading, characteristics of social group work. Okay, so shall we begin? Okay, let's look at the first point. Another point, social group work is a democratic method of social work. Okay, that's the first point. അതായത് സോഷ്യൽ വർക്കിലെ ഒരു ജനാധിപത്യ രീതിയാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. ജനാധിപത്യ രീതി, ജനാധിപത്യപരമായ രീതി ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. അപ്പോൾ ഡെമോക്രസി എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യം അല്ലേ. നമ്മൾ തിരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, നമ്മൾ വോട്ട് ചെയ്യാറായിട്ടില്ല, നമ്മുടെ വീട്ടിൽ ഉണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പെട്ട ഗവൺമെൻറ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് അത് മാത്രമല്ല, വ്യക്തികളുടെ എല്ലാം ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കുക, എല്ലാ വ്യക്തികളും തുല്യരാണെന്ന് കരുതുക, എല്ലാ വ്യക്തികൾക്കും തുല്യമായ മൂല്യമാണുള്ളതെന്ന് കരുതുക, എല്ലാ വ്യക്തിക്കും തുല്യമായിട്ടുള്ള അന്തസ്സാണുള്ളതെന്ന് കരുതുക. ഇതൊക്കെയാണ് ഒരു ഡെമോക്രസിയുടെ അർത്ഥം. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക, അധികാരത്തിൽ വരിക എന്നൊക്കെ പറയുന്നത് മാത്രമല്ല, അത് പാർലമെൻ്ററി ഡെമോക്രസിയാണ്. ഓക്കെ, ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും പാലിക്കാൻ കഴിയേണ്ടതായ ഒരു മൂല്യമാണ്. അപ്പോൾ പൊതുവെ എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും ഒരേ അന്തസ്സാണുള്ളത്, എല്ലാവർക്കും ഒരേ മൂല്യമാണുള്ളത് എന്നൊക്കെ വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഡെമോക്രാറ്റിക് ആയൊരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാം. സോ ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഈ ഗ്രൂപ്പ് വർക്കിനകത്ത് ഒന്നിലധികം ആളുണ്ടാകും. ഗ്രൂപ്പിൻ്റെ പ്രത്യേകത തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ there would be any number of people in a group. Okay, so we need to be really democratic if you really want the social group work method to succeed. ഈ മെത്തേഡ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക്. സോ ഡെമോക്രാറ്റിക് ഇൻ ദ സെൻസ് ദാറ്റ് everyone in the group are treated equally. Everyone is given equal worth. Everyone is equally respected. Everyone's concerns are accepted and listened to. ആ അർത്ഥത്തിലാണ് ഇതൊരു ഡെമോക്രാറ്റിക് മെത്തേഡാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. It develops democratic ideals and leadership qualities in group member. It is closely, so if you look at the second point, it is closely related to the first point. എന്താണ് ഇതിൻ്റെ അർത്ഥം? What does it mean? ജനാധിപത്യപരമായിട്ടുള്ള ഐഡിയൽസ് വികസിപ്പിച്ചാണ്, ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളും ആശയങ്ങളും ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവരിക. ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ആളുകളിൽ നേതൃത്വ ഗുണം വർദ്ധിപ്പിക്കുക, വികസിപ്പിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ഉള്ള ആളുകളിൽ അവരിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുള്ള ആദർശങ്ങൾ വളർത്തിക്കൊണ്ടുവരിക, അവരിൽ നേതൃത്വപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരിക. ഇത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനകത്ത് ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് ബന്ധമുള്ള ആളാണ്. ഓക്കെ, so by undergoing the social group work process, the group members experience developments in the areas of
in the areas like leadership qualities and forging democratic ideals. സോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന വഴി നമുക്ക് ഇങ്ങനെ ഉണ്ടാവും, നമ്മൾ പുതിയ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളൊക്കെ രൂപപ്പെട്ട് വരികയും ജനാധിപത്യപരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടായി വരികയൊക്കെ ചെയ്യും. സോ that is something we achieve while practicing social group work. പോയിന്റ് നമ്പർ 3 നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് കൺസ്ട്രക്റ്റീവ് ലീഡർഷിപ്പ് ഈസ് ദ ബേസ് ഫോർ അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ലീഡർഷിപ്പാണ്. സർഗാത്മകമായ നിർമ്മാണാത്മകമായ നേതൃത്വമാണ് എന്നർത്ഥം. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ നമ്മൾ കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ത്രൂ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് വി ആക്ച്വലി ട്രൈ ടു അച്ചീവ് മെനി ഗോൾസ്. ഓക്കെ, we need to achieve these objectives. In order to do that, what we require is a constructive leadership. ഓക്കെ, ലീഡർഷിപ്പ് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത വീണ്ടും ചാപ്റ്ററിൽ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നും ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ്. കൺസ്ട്രക്റ്റീവ് ലീഡർഷിപ്പ് ഈസ് ആക്ച്വലി എ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്. നമ്മുടെ നേതൃത്വത്തിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് കൺസ്ട്രക്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയത് എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുന്ന എന്നർത്ഥം. അതാണ് കൺസ്ട്രക്റ്റീവ് എന്ന്, ക്രിയേറ്റീവ് എന്നൊക്കെ അർത്ഥം. എന്ന് വെച്ചാൽ നശിപ്പിക്കുന്നതായിരിക്കരുത്, ആളുകളെ വികസിപ്പിക്കുന്ന, മെച്ചപ്പെടുത്തുന്ന, പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ആണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നർത്ഥം. 4, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആർ ഹെൽപ്പ് ത്രൂ ഗ്രൂപ്പ് ടു എക്സ്പീരിയൻസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രൂപ്പിനകത്ത് എന്തുണ്ടാവും? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 5, 8, 10 ഒക്കെ ആളുകളുണ്ടാവും. അതിനകത്തുള്ള ഓരോ വ്യക്തിക്കും എന്ത് നേടാൻ കഴിയും? ഗ്രോത്ത് ഉണ്ടാവും, വളർച്ചയുണ്ടാവും. അതുകൂടാതെ ഡെവലപ്മെൻറ്റ്, വികാസം ഉണ്ടാവും, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നർത്ഥം. അപ്പോൾ ഗ്രൂപ്പിനകത്തുള്ള ഓരോ വ്യക്തിക്കും വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇതിനകത്ത് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ വളർച്ചയും വികാസവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് സൈക്കോളജിയിൽ എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രോത്ത് എന്ന് പറഞ്ഞാലും ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാലും അല്പം വ്യത്യാസമുണ്ട്, സോഷ്യോളജിയിലായാലും ശരി സൈക്കോളജിയിലായാലും ശരി. അപ്പോൾ അത് രണ്ടും അനുഭവിക്കാനുള്ള അവസരം ഇതിനകത്ത് ലഭിക്കും. പോയിന്റ് നമ്പർ 5, ദി റോൾ ഓഫ് സോഷ്യൽ വർക്കർ ഈസ് ടു ഫെസിലിറ്റേറ്റ് ദി ഇൻട്രാക്ഷൻ പ്രോസസ്സ്. ഗ്രൂപ്പിനകത്ത് നടക്കുന്ന പരസ്പരമുള്ള ഇടപെടലുകളെ സഹായിക്കുക, അതിനുവേണ്ട സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കറുടെ റോൾ, ഉത്തരവാദിത്വം. അതാണ് 5ാമത്തെ പോയിന്റ്. 6ാമത്തെ പോയിന്റ്, ദി എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ഓഫ് സെൽഫ് ഡയറക്ഷൻ ഈസ് ഡെവലപ്ഡ് ബൈ ഗ്രൂപ്പ് വർക്കർ. ഈ ഗ്രൂപ്പിനകത്ത് അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അവരെ സ്വയം നയിക്കാനുള്ള, അവർക്ക് സ്വയം മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ, സ്വയം മുന്നോട്ട് പോകാനുള്ള കഴിവും, കപ്പാസിറ്റി ആൻഡ് എബിലിറ്റി ഏതാണ്ട് ഒരേപോലെ ശേഷിയും കഴിവും ഒക്കെ വികസിപ്പിക്കുക എന്നുള്ളത് ഗ്രൂപ്പ് വർക്കർ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ആളുകളുണ്ട്, അവർക്ക് സ്വയം വികസിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തുണ്ടാവും? ഗ്രൂപ്പ് വർക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് certain skills, principles and techniques. Group activities are directed on the basis of certain skills, principles and techniques. അപ്പോൾ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ നടത്തുന്നുണ്ട്, അതിന് അടിസ്ഥാനമായിരിക്കുന്നത് ചില സ്കില്ലുകൾ, ശേഷികൾ, ചില തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, തന്ത്രങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഗ്രൂപ്പ് വർക്കിനകത്ത് കേസ് വർക്കിലും പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ കേസ് വർക്കർ ഇതിനകത്ത് പ്രിൻസിപ്പിളുകളുണ്ട്, സ്കിൽസ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഗ്രൂപ്പ് വർക്കിൻ്റെ കാര്യത്തിലും ബാധകമാണ്. അവരെ ഈ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ചില ടെക്നിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 8ാമത്തെ പോയിന്റ്, ദീസ് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ സോഷ്യൽ ഏജൻസീസ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രവർത്തനങ്ങൾ നടക്കുന്നത് സോഷ്യൽ ഏജൻസീസ് വെച്ചിട്ടാണ്. സോഷ്യൽ വർക്കിൻ്റെ ഏജൻസികളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സോഷ്യൽ വർക്ക് ഔദ്യോഗികമായി നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഇവ നടക്കുന്നത്. 9ാമത്തെ പോയിന്റ്, ഗ്രൂപ്പ് വർക്ക് ഈസ് യൂസ്ഡ് ഫോർ റെമഡിയൽ ആസ് വെൽ ആസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പർപ്പസ്. ഗ്രൂപ്പ് വർക്ക് നമ്മൾ റെമഡിയൽ എന്ന് പറഞ്ഞാൽ പ്രശ്നപരിഹരണം എന്നർത്ഥം, ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നർത്ഥം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വ വികസനം എന്നർത്ഥം. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും
ആളുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടത്താനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഉപയോഗിക്കും. ഇങ്ങനെ 9 സവിശേഷതകളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ 4 പ്രത്യേകതകൾ എഴുതുക, അല്ലെങ്കിൽ 6 പ്രത്യേകതകൾ എഴുതുക. എന്ന് വെച്ചാൽ 2 മാർക്കാണെങ്കിൽ 4 എഴുതണം, 3 മാർക്കാണെങ്കിൽ 6 പ്രത്യേകതകൾ എഴുതണം. അങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ, വേണ്ടേ? അപ്പോൾ ഈ പ്രത്യേകതകൾ നമുക്ക് വളരെ എളുപ്പമുള്ളതാണ്. ഇതൊരു സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ പ്രത്യേകത ആ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.